ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്നലെ എടുത്തു, അതിന്റെ ബാക്കിയാ. ഇന്നലെ എടുത്ത് നിങ്ങൾക്കറിയാമല്ലോ, ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായിപ്പോയി അക്ഷരായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ അവർക്ക് തോന്നിയതെല്ലാം ചെയ്തു. അതില് അങ്ങോട്ട് അതിന്റെ 23 വായിക്കുമ്പോ അവൻ ദൈവത്തിന് ഉചിതമില്ലാതെ ചെയ്യുവാൻ ദൈവം അവരെ ഏൽപ്പിച്ചു. അങ്ങനല്ലേ കിടക്കുന്നത്? ഒന്ന് വായിച്ചാട്ടോ ആ വചനം. അതുകൊണ്ട് ദൈവം ഹൃദയമോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കുവാൻ അശുദ്ധിയിലേച്ചു. അല്ലേ? എന്ന് പറഞ്ഞാൽ ആണുമാട്ടും, പെണ്ണുമാട്ടും. പട്ടി പോലും അങ്ങനെ ചെയ്യില്ല. ദൈവം പരിജ്ഞാനത്തിന്റെ അറിവ് കൊടുത്തപ്പോ ഇവർക്ക് ഭാര്യമാരും ആണും കല്യാണം കഴിക്കാം, പെണ്ണും കല്യാണം കഴിക്കാം. പട്ടിക്ക് പോലും അങ്ങനെയില്ല. അതിന് വേറെ ബുദ്ധിയുണ്ട്. പക്ഷെ മനുഷ്യർക്കില്ലാതായി. അതാ മനസ്സിലാക്കാൻ. അത് ഇന്ന് ഇപ്പോഴേക്ക് മനുഷ്യർ പോപ്പ് വരെ പറഞ്ഞു ആണും കല്യാണം കഴിക്കാം, പെണ്ണും കല്യാണം. അവരെ മൗലിക അവകാശമാണ്. ദൈവം ഏറ്റവും വെറുക്കുന്നത് ഇതൊന്നയാ. നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന എവിടെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോദോം ഗോമോറ പട്ടണം ദൈവം ഗന്ധകം കൊണ്ട് തീ കൊണ്ടും നശിപ്പിക്കാൻ കാരണം ഇതാ. അതിന് ബൈബിളിൽ തെളിവരാം. ലോത്തിന്റെ ഭവനം തേടി ദൂതന്മാര് വരിക. ദൂതന്മാര് വന്നപ്പോ ലോത്ത് ശാസ്താംഗം നമസ്കരിച്ചു. അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവർക്കെല്ലാം അന്നത്തെ രാത്രി തങ്ങുള്ള എല്ലാ കാര്യവും ചെയ്തു. എല്ലാ കാര്യവും ചെയ്തിട്ട് ലാസ്റ്റില് അവിടെയുള്ള നീചന്മാര് ആ വീടെ ചുറ്റി വളഞ്ഞു. നിങ്ങളെ വീട്ടിൽ കടന്നു വന്ന് 2 പുരുഷന്മാരെ ഇറക്കി പിടിക്കും. അപ്പോ പറയാ, അല്ലയോ സഹോദരങ്ങളെ, ഇറക്കി വിടുകയില്ല. എനിക്ക് 2 മക്കളുണ്ട്. അവര് കല്യാണം കഴിച്ചത്, അവര് കന്യകവരാ. അവരെ ആണെങ്കിൽ നിനക്ക് തരാം, നിങ്ങൾ പോയിച്ച പോലെ ചെയ്തോളെ. പക്ഷെ അവരെന്റെ വീട്ടില് വിരുന്നുകാരാണ്, ഞാൻ ഇറക്കി വിടുകയില്ല. അമേൻ. നമ്മളെ ഈ നാട്ടിലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? വിരുന്നുകാർ ആട്ടി ഇറക്കി വിടും. മക്കളെങ്കിലും എല്ലായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതങ്ങനെയല്ല. അവൻ ദൈവത്തിന് ഭയമിട്ട് ലോത്ത് അവനെ ഇറക്കി വിട്ടില്ല. എന്ന് പറഞ്ഞ അവന്മാർക്ക്, നീചന്മാർക്ക് ആവശ്യം പെണ്ണുങ്ങളെ വേണ്ട, ആണുങ്ങള്. അവൻ അത് ഇപ്പോഴുള്ളതല്ല, പണ്ടേ നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് സോദോം ഗോമോറത്ത് കാണുന്നു. ആണും കല്യാണം കഴിക്കും, പെണ്ണും കല്യാണം കഴിക്കും. അതിനൊരു ഉദാഹരണമാണ് അവൻ ലോത്തിന്റെ മക്കൾ ശേഷം തെളിവ വേദപുസ്തകത്തിനകത്ത്. ഇത് ദൈവം വെറുത്തതാ. ഇന്ന് ഇത് വെസ്റ്റേൺ കൺട്രിയിനകത്ത് അനേകത്ത്, ഇറ്റാലിയിനകത്ത് അനേകത്ത് നടക്കുന്നു. അവൻ ചരിത്രം ഇങ്ങനെ പറയുന്നു. അവൻ സംഗീത പുസ്തകം 118 പറയുന്നു. അവൻ പശുക്കിടാവിനെ എവിടെ കൊണ്ട് കെട്ടണം? യാഗത്തിന് വേണ്ടി കൊണ്ട് കെട്ടാൻ പറഞ്ഞു. അത് യേശു ക്രിസ്തുവിനെ കുറിക്കുന്നതാ. അവൻ യാഗപീഠത്തിലെ കൊമ്പുകൾ കൊണ്ട് കെട്ടണം. ഇന്ന് അത് യാഗപീഠത്ത് കൊമ്പെന്ന് പറഞ്ഞാൽ ഇതിന്ന് മാറ്റി ദൈവ സഭകൾ എന്തറിയാമോ? വലിയൊരു എങ്ങനെ സ്വർണം പുരട്ടിയ ഒരു കോപുരത്തെ കൊണ്ട് കൊടിമരമാക്കി മാറ്റി. കാണുന്നവരായി സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ കണ്ടിട്ടില്ല നിങ്ങളാരും? ആ കളറിനൊത്തുള്ള മഞ്ഞ കൊടിയെ. അപ്പോൾ സംഭവം ഇതാ. ചെയ്യുന്നത് എങ്ങനെയാ? തലകുത്തന. അപ്പോ നിങ്ങൾ മനസ്സിലാക്കി ദേശം പോകുന്ന പോക്കുകള്. അപ്പൊ ദൈവത്തിന് വേണ്ടിയാണ് ഒരാൾ യാഗം വന്നത്. ദൈവം അയച്ചു യാഗം നമുക്ക് വേണ്ടി, ദൈവയാഗം. എന്നാലും മനുഷ്യന് ബോധ്യം വരുന്നില്ല. നിങ്ങൾക്കറിയാം, ധനവാന്റെ അടുത്ത് ധനവാൻ പറയാ, ലാസറേ, ആബ്രഹാമിനെ വിളിച്ചില്ല, ലാസറെ വിളിച്ച. എന്തിനാ? ആബ്രഹാമിന്റെ അടുത്ത് വിളിച്ച് ലാസറിന്റെ അടുത്ത് പറയാ, അവന്റെ ഒരു വിരലിന്റെ അറ്റം വെള്ളം വെക്കി എന്റെ നാവിനെ തണുപ്പിക്കാൻ. അത്രയ്ക്ക് നരകം കൊടുൂല.
അവ മനസ്സിലാക്കിയേ, ദൈവത്തിന് ക്രിസ്തുവിന്റെ യോഗ്യമല്ലമായി ജീവിച്ചില്ലെങ്കിൽ എന്തെല്ലാം പ്രതികൂലം വരുന്നു. അപ്പോ ലാസ്റ്റിൽ അവന് ഭയം വന്നത്. വീട്ടില് വേറെ സഹോദരങ്ങളുണ്ട്, അവരെ ഒന്ന് അയക്കണമെന്ന്. അപ്പോ അബ്രഹാം പറയുന്നു, എനിക്കും എനിക്ക് നിങ്ങളെ ഒരു പിളർപ്പ് അവിടെ വരാൻ പറ്റില്ല, എങ്കിൽ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ. 6 പേര് ഈ ആദനാസനത്തിൽ അല്ലെങ്കിൽ വരാൻ പോവാ. ഞാനൊരിക്കൽ വന്നു, അവരും കൂടെ വരാൻ പോവുകയാ, അവിടെ അയക്കണമേ. അപ്പൊ പറയുന്നു അവിടെ പ്രവാചകന്മാരുണ്ട്. അപ്പൊ പറയാ, മരിച്ചവൻ ഒരുത്തനെ ഉയർത്തെഴുന്നേറ്റ് പോയാ അവര് കേൾക്കും. യേശു ക്രിസ്തു മരിച്ചു ഉയർന്നേറ്റ് സകലവും പറഞ്ഞു. കേൾക്കുന്ന ആരെങ്കിലും ഇല്ല, ആരും കേൾക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ആരും കേൾക്കുന്നില്ല. സത്യം എന്താണെന്ന് അറിയില്ല, സത്യത്തിന്റെ ബോധം വരുന്നില്ല. സത്യവചനം എന്താണെന്ന് അറിയാം. കോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ അത് തനിയായിരിക്കും. ചത്താൽ അനേക കോതമ്പണി ഉണ്ടാകും, അനേക ക്രിസ്തുക്കൾ എഴുന്നേൽക്കപ്പെടും. ഞാനൊരു കുട്ടി ക്രിസ്തുവാ, ഞാൻ ദൈവരൂപമായി സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ കുട്ടി ക്രിസ്തു, നിങ്ങൾ ദൈവരൂപമായി സൃഷ്ടിക്കുന്ന മനുഷ്യൻ. നിങ്ങൾ ന്യൂ ക്രിയേഷൻ, പുതിയ മനുഷ്യരായിരിക്കുന്നു. അപ്പോ ദൈവസഭ ഇരിക്കുന്നത് ഇന്നും പാരമ്പര്യമില്ലാഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടിലും പാരമ്പര്യം ഇല്ലാഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാവമാണ് മനുഷ്യനെ വേട്ടയാടുന്നത്. ബൈബിൾ പറയുന്നത് പാവത്തിനെ ഉണർത്താൻ. ഇതാ ബൈബിൾ പറയുന്നത്. ബൈബിളിൽ പാവത്തെ ഉണർത്തുവാൻ വന്ന ഒരു വ്യക്തിയുണ്ട്. ആരെന്നറിയാമോ? യേശുവാണ്. അവനെ പാവത്തെ ഉണർത്തുക. മനുഷ്യന്റെ പാവം പെരുകുന്നിടത്ത് പാവത്തിനൊന്നിക്കാൻ ആർക്കും പറ്റുകയില്ല. അതിനെ യേശു വന്നത് ഒരു രക്ഷിപ്പിന്റെ സുവിശേഷം പറയാൻ, ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ. അതിന് എത്ര പ്രയാസങ്ങൾ. ഒരാളാണ് യേശുവിന് ആവശ്യം. ഒരാളെങ്കിലും യേശു തേടിപ്പോവും. നിങ്ങൾക്കറിയാം, ഒരാളെ തേടിപ്പോയി. ഇന്നെനിക്ക് അനേക ഭാഷമാർ ഒരാളെ തേടിപ്പോവില്ല, നിറയെ ആളെന്നാലേ വരൂ. എത്ര ആളെ തേടിപ്പോയി യേശു. ആർക്കും വേണ്ടാത്ത സമരിയ സ്ത്രീ എടുത്തു പോയി, ആർക്കും വേണ്ടാത്ത ലഹിയോന്റെ അടുത്ത് പോയി, അല്ലേ? യേശു ക്രിസ്തു പോയിട്ടും ഒരാളെ തേടി അയച്ചവനുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. ഷണ്ടൻ വരുന്നു, ഫിലിപ്പോസ് സമരയിൽ അത്ഭുതം അടയാളങ്ങൾ ചെയ്യുന്നു. ദൈവം പറഞ്ഞു, നീ ഒന്ന് ഗാസയ്ക്കുള്ള വഴിയിലൊന്ന് തിരിയാൻ പറഞ്ഞു. അവരെ ആത്മാവിനെ തൂക്കിപ്പൊക്കി നേരെ എവിടെ കൊണ്ടുപോകുന്നു? ഗാസ വനാന്തരത്തിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോ വരിക ഷണ്ടൻ, അവൻ എത്തോപ്യക്കാരനാ. അവനപ്പോ ദൈവം പറഞ്ഞു, ഇവന് ആത്മാവിനാ പൊക്കിയത്. ഇവൻ തേരിനോട് അടുപ്പിച്ച് നടക്കാൻ പറഞ്ഞു. തേരിനോട് അടുപ്പിച്ച് നടന്നപ്പോ അവൻ വായിക്കുന്നത്, അവൻ അറുക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ അവനൂമനായിരുന്നു. അപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ അത് ചോദിച്ചാൽ, ഇത് ആരെക്കൊണ്ടാണ് ചെയ്യിക്കുന്നത്? അപ്പൊ പറയാ, ഇത് യേശുവാണ്. ഇതൊന്ന് തിരിച്ചറിയുള്ളൂ എന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. തിരിച്ചു പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞു? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പോകാൻ പറ്റും. നമ്മൾ പുതിയതായി ജനിക്കണം. ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം പറ്റില്ല. അങ്ങനെയോ? യേശു ക്രിസ്തു ഞാൻ സ്വന്തം പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നോക്കിക്കേ, യേശു ക്രിസ്തു സ്വന്തം പുത്രനെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് സ്നാനമാകാം. ഉടനെ പറയൂ സണ്ടൻ, അതാ കാണുന്ന കുളം പോരാം, അവിടെ കൊണ്ട് അവൻ ദൈവപുത്രൻ യേശു എന്ന് വിശ്വസിച്ചാണ്ട് അവനെ സ്നാനം കൊടുത്തു. ആത്മാവ് ഫിലിപ്പോസ് ഒപ്പിക്കൊണ്ട് മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നു. ഒരുത്തനെങ്കിലും ദൈവരാജ്യത്തിന് വരുവാ. അതാണ് ബൈബിൾ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ദൈവമാക്കിയിരിക്കുന്ന ഒരുത്തനെങ്കിലും, ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ട സ്വർഗരാജ്യം സന്തോഷിക്കപ്പെടും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളാൾക്കാരൊക്കെ ഇതിനകത്തും പ്രശ്നമാ, പുറത്തും പ്രശ്നമാ, അവിടെയും പ്രശ്നമാ. എവിടെ പ്രശ്നം? ഇവിടെ ഒരു ഗ്രൂപ്പർ വരും, യേശുവൻ നാമം ഒന്നും. അടുത്ത് വരും, അവർ വേറെ ഒരു നാമം തരും. ഇവർ പറയും ഇവരോരൊന്നും ആരംഭം. ഇന്നിരിക്കുന്ന നാമങ്ങൾ സ്നാനത്തിന്റെ പ്രശ്നം താടി. കത്തോലിക്ക സഭയുടെ മക്കളാരെന്ന് ചോദിച്ചാ യാക്കോബ സഭയാ. വിഗ്രഹാരാധന തെറ്റെന്ന് പറഞ്ഞ് ആദ്യം ഇറങ്ങിയത് യാക്കോബ സഭയാ. അവരെന്ന് തിരിഞ്ഞു വന്നത് യാക്കോബ സഭയിൽ തിരിഞ്ഞിറങ്ങിയതാണ്. CSS സഭയാ.
ഇതാ മനസ്സിലാക്കേ. അപ്പോ CSA അമ്മച്ചി ആരാ? കത്തോലിക്ക സമയം. അവിടെ നടക്കുന്ന എല്ലാ ആചാരകർമ്മങ്ങളും ഇവിടെ കുറച്ച് കിടപ്പുണ്ട്. അവൻ ബൈബിൾ പറയുന്നു യേശുക്രിസ്തു 60 യോർദാനിൽ നസറത്തിന് യോർദാനിലേക്ക് 60 കിലോമീറ്റർ നടന്നു വന്നാണ് സ്നാനമെടുത്തത്. ഇന്ന് അവൻ കുപ്പിയിൽ ഇങ്ങനെ പനിനീര് കളിക്കണം, ഇങ്ങനെ ഒരു തളിപ്പ്, അത് സ്നാനമല്ല. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണം. എന്നെങ്കിൽ യേശുക്രിസ്തു സ്നാനമെടുക്കാൻ ഈ ഭൂമിയിൽ വരാനുള്ള ആവശ്യമില്ലല്ലോ. സ്നാനമെടുക്കാൻ കരുതി അവർക്ക് തലമുറയെ ഉണ്ടായില്ല, ഇല്ലേ? തലമുറയെ ഉണ്ടായില്ല. ആ തലമുറ ഉണ്ടാകാത്തവളെ, വയസ്സ് ചെന്ന് വൃദ്ധയായ അവളെ ദൈവം കരങ്ങളെടുത്തു. അവളെ ഉരുവാക്കുന്ന അഭിഷേകം അവളിലേക്ക് കയറ്റി. അവളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കയറ്റി. ഏലിയാവിന്റെ ആത്മാവോട് ഒരുത്തരം ദൈവം വെളിപ്പെടുത്തി. അതാ സ്നാപയോഹനാൻ പാപമോചനത്തിന് വേണ്ടി ഒരുത്തൻ വരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. ലോകം പാപത്തിൽ കിടക്കുന്നു. അവന്റെ പാപത്തിന്റെ വാക്ക് കേട്ടവൻ, നിങ്ങൾക്കറിയാം, അവന് പാപത്തിന്റെ വാക്ക് കേട്ടി. എന്നാൽ ആരും സ്നാനമെന്നാർത്ഥം അറിയില്ല. CSA 60 പോയി. അവർക്ക് ഇന്നിരിക്കുന്ന സമകാലികൾ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതിനകത്തും കിടക്കുന്ന പ്രശ്നം, ബന്ധക്കോസിനകത്തും പുറത്തും കിടക്കുന്ന പ്രശ്നം. എല്ലാവർക്കും എന്തുണ്ടാക്കണം എന്നറിയാമോ? ഈശോ ഉണ്ടാക്കി പാക്കിച്ചിട്ടാൽ യേശു ആരെന്ന് അറിയണ്ട. പൈസലോ അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളിവിടെ നോക്കുമ്പോ എല്ലാവരും അറിയാം. ഇതാ ലോകത്ത് കിടക്കുന്നത്. എങ്ങനെയെങ്കിലും 5 സ്കൂൾ വെച്ച അതിന് പണം ഉണ്ടാക്കും, ബാങ്ക് വെച്ച് പണം ഉണ്ടാക്കും, ആഡിറ്റോറിയം വെച്ച് പണം ഇടാം. അന്നത്തെ കത്തോലിക്ക സഭ വന്ന് ഇന്ന് മലയിടിയിലകത്തൊക്കെ ഉണ്ട്. അന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയാ അന്ന് സഭ സ്ഥാപിച്ചത്. ഇന്ന് മാനേജ്മെന്റ് സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ന് പറ്റുമോ ദൈവമക്കളെ? ഇല്ല. ഇന്ന് ഇവര് ഐതിഹ്യം മാറ്റി നല്ല ഇംഗ്ലീഷ് മീഡിയം, 1 മാസം ഇത്ര ഡൊണേഷൻ, 3 മാസം കൊടുത്തില്ലെങ്കിൽ അവന്റെ ഗതി നീ പ്ലീസ് എന്നാണ് വരണ്ട. പണത്തിന്റെ കോട്ടയായി മാറി. അടുത്തെന്തെല്ലാം നടക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? അടുത്ത് കോളേജ്, ഓഡിറ്റോറിയം, ഇങ്ങനെ വച്ച് പണങ്ങൾ സമ്പാദിക്കുന്നു ക്രിസ്തുവിന്. പക്ഷെ എല്ലാം നരകത്തിന് പോകുന്നു. ഒരിക്കൽ OMC ഹാളിൽ പ്രാർത്ഥിക്കാൻ ഒരു സഹോദരി പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിന് തൃപ്തിയാകുന്നില്ല, ഞാൻ വരുന്നില്ല. അപ്പൊ പറയാ എന്നെ ഡെയിലി വിട്ട് വിഷ് ചെയ്യും. ശരി, നമുക്കൊരു ദിവസം പോവാം. ഒരു OMC ഹാള് OMC ഹാളില് കൊണ്ട് ഇറങ്ങി. അവിടെ പോയി OMC കാലത്തുള്ള മേഡം വരിക, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഇരിക്കുന്നു. നിങ്ങൾ സ്നാനം എടുക്കുമോ? നിങ്ങൾ CSA നിങ്ങൾ സ്നാനം എടുക്കുമോ? ഞാൻ എടുക്കാം. ഇവിടെ ഇരിക്കാൻ ഞാൻ ഇപ്പൊ പറഞ്ഞ് അപ്പുറത്ത് പോയി വാർഡനെ വിളിച്ചോണ്ടെന്ന് പറയണു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, അടിയുള്ളൂന് ഇവിടെ സുവിശേഷം പറയണ. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ വിളിച്ചു വരുത്തിയ എന്തിനാണ്? പോയില്ലേന്ന് ചോദിച്ചു. ബൈക്കെടുത്ത് സ്കൂട്ടികൾ നേരെ വരുമ്പോ ചപ്പാത്തിൽ വരുമ്പോ ഒരു കോൺകാള് എവിടെ നിന്ന് അടിയിട്ടാണ് തപ്പി പറഞ്ഞതെന്ന് പാസ്റ്റർ ജസ്റ്റിൻ റോബി വിളിക്കുക. മനസ്സിലാക്കണമേ, ഒരു സ്നാനത്തിന് പറഞ്ഞപ്പോഴാണ് CSA രാഗത്തോടെ അടിക്കുക. അവരെ കോളേജുകൾ വർദ്ധിച്ചു പെരുകുന്നു. കന്യാകുമാരി മാർക്കറ്റിൽ എത്ര ആശുപത്രിയുണ്ട്, എത്ര മണ്ഡപങ്ങളുണ്ട്. എവിടെ? ആർക്കുമെന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തവന്റെ അവര് വളർന്നതില്ലാതെ നമ്മുടെ കളത്തിലെങ്ങനെ കോടികൾ അമ്മാനമാകുന്ന ബന്ധക്കോസ് സഭയുണ്ട്. എല്ലാം തന്നെ കൂടി ചട്ടങ്ങളെ എത്തിപ്പൊക്കയാ. അനേക ദരിദ്രര് കിടക്കുന്നു. കൊടുക്കുവാനുണ്ടോ? കൊറോണ സമയത്തിന് എത്രയെണ്ണം പണങ്ങൾ വാരി ചുട്ടുകാണും. ഇല്ല, പണം പുളിക്കുന്ന സമയത്ത്. കൊറോണ സമയത്ത് ഇറക്കിയോ? ഇല്ല. 2-3 കിലോ അരി നിങ്ങൾ അരിച്ചാലും കൊടുക്കാം, ഞാൻ അരിച്ചാലും കൊടുക്കാം. പൈസളോ അല്ലേ? നിങ്ങളെ അരിച്ചാലും കൊടുക്കാം, കൊറോണ സമയത്ത് ഞാൻ അരിച്ചാലും കൊടുക്കാം. ഇത്രയല്ലേ കൊടുക്കുന്നത്? സഹോദരൻ ചോദിക്കുന്നു, ആഹാരമില്ല നാളെ, പൈസ എല്ലാം ഉണ്ടോന്ന്. 500 രൂപ എടുത്ത് കൊടുത്തിട്ട് വന്നു. ജോലിക്ക് പോകാൻ തരാന്ന് തന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ എനിക്ക് വേണ്ടെന്ന്. സഹോദരന അതിനകത്തുള്ളവർ കഷ്ടപ്പെടുന്നു.
അതെക്കാട്ടിലും കഷ്ടപ്പെടുന്ന ഞാനായിരുന്നാലും ക്രിസ്തു മുഖാന്തരം സമ്പന്നരായിരിക്കുന്നു. മനസ്സിലാക്കുള്ളത് മനസ്സിലാക്കണമേ. ദൈവരാജ്യം സമാധാനത്തിന്റെ രാജ്യമാ. ഇവിടെ നടക്കുന്ന ദൈവരാജ്യമല്ല, സകലം ദൈവ ക്രിസ്തുവിനോട് പുറമായുള്ള വേഷമാണ് നടക്കുന്നത്. അകമായുള്ള വേഷം വരുന്നില്ല. പുറമായുള്ള പ്രവൃത്തി അകമായി ചെയ്യുവാൻ ആർക്കും പറ്റുന്നില്ല. പുറമായെല്ലാം നടക്കുന്നു, പുറമായെല്ലാം ചെയ്യുന്നു. തന്റെ ചട്ടങ്ങളും കൂടുകളും തനിക്ക് വേണ്ടി ഏൽക്കുന്നു. അവൻ എന്താണെന്ന് ജനം അറിയാതിരിക്കുന്നു. ഓസിയ പറഞ്ഞത്, എന്റെ ജനം പരിജ്ഞാനമില്ലാൽ പരദേശത്ത് പോകുന്നു അല്ലേ. അവൻ എന്റെ ജനം അറിയുന്ന സംഹാരമാവുന്നു. തമിഴില് വചനത്തെ ഓർത്തു, ഞാൻ നിന്നെ ഓർത്തു. ഇവര് പറയുന്നത് എല്ലാം ചെയ്യാം. അതാ മനസ്സിലാക്കുന്നത്. ക്രിസ്തു വന്നത് എന്തിനാ? ഇന്നും തമിഴ്നാട്ടിനകത്ത് ഉന്നതമായ ഭാഷമാരുണ്ട്. ഈ ഉന്നത ഭാഷ ഒരു 3-4 പേര് ആരെന്നറിയാമോ? അവര് രാവിലെ പോയി CS സഭയിൽ ആരാധന നടത്തിയിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. അവര് ലാസ്റ്റിൽ പ്രസംഗിച്ചിട്ട് പറയാ, ഈ കൊറോണ സമയത്തിന് ഞങ്ങൾ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോണ സഭയിൽ തന്നെ പോണം. അപ്പോ എന്ത് നടന്നു? അനേക രക്ഷിപ്പ് നഷ്ടമായല്ലോ. ഞാനിവിടെ 3 കത്തോലിക്ക വിശ്വാസം എടുത്ത് സുവിശേഷം പറഞ്ഞപ്പോ അവരോട്, നിങ്ങൾ എന്ത് ബ്രദറാ പറയുന്നത്? വലിയ പാസ്റ്ററുകൾ പറയുന്നു നിങ്ങള് അവൻ ഈ കൊറോണ കഴിഞ്ഞിട്ട് പോണ സഭയിൽ പോവാൻ. അവർ പോകുന്ന വീണ്ടും നരകം വിഗ്രഹത്തിന്റെ മുമ്പിലാ. അപ്പോ മനസ്സിലാക്കണം നിങ്ങള്, ദൈവം ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാ ദൈവം നോക്കുന്നത്. അതിനാരുമില്ലാത്ത കാലമാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ക്രിസ്തുവിലേക്ക് ഒരുത്തൻ വരുവാൻ. മനസ്സിലാക്കണമേ. ഞാനിപ്പോ ഒരു സാക്ഷി പറഞ്ഞുതരാം. ഒരു മാതാവ് എന്നോട് ചോദിച്ചു, മോനെ സുവിശേഷം പറഞ്ഞപ്പോ, മോനെ അമ്മയില്ലാതെ മകൻ ഇരിക്കുമെന്ന് വെച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, ആന്റി ഞാനൊരു കാര്യം പറയുന്നു. അപ്പൊ അപ്പനെവിടെ തോന്നു? അപ്പൊ ആന്റിക്ക് വാക്കുമുട്ടിപ്പ്. അപ്പനെവിടെ തോന്നു? യേശു ക്രിസ്തുവിന് മറിയയുടെ ഉദരത്തിൽ ജനിച്ചത് യോസേഫിനും മറിയയ്ക്കുള്ള മകനല്ല. ബൈബിൾ ആധാരത്തോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ലാസ്റ്റ് വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കും, ഇവൻ സച്ചന്റെ മകനല്ലയോ, ഇവന്റെ സഹോദരങ്ങളും സഹോദരികളും ഞങ്ങളോടെ ഇല്ലയോ? 7 പേര് അവിടെ കാണിക്കും. ഇതാ മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. ആര് പറഞ്ഞ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തെ തകർക്കുന്നു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞ്? യേശുവാണ് തകർക്കുന്നത്. എങ്ങനെയാ ബാംഗ്ലൂർ പട്ടത്തിന് ഇങ്ങനെ വരച്ചു വച്ചിരിക്കണെന്ന് ചോദിച്ചു. ബൈബിളിൽ നിന്ന് പുറമായ ഒരു കാര്യം. അവൻ അപ്പൊ മനസ്സിലാക്കണേ. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. യേശു ക്രിസ്തു ഈ ലോകത്തിരുന്നപ്പോ യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞിടത്ത് മറിയ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യമാ. അവര് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു പോയിട്ടില്ല. ഒരിക്കൽ യേശു ക്രിസ്തു വളരെ ശുശ്രൂഷയോട്ട് നിൽക്കുമ്പോ യേശുവിനെ പ്രസവിച്ച അമ്മയും അവൻ അവർ സഹോദരങ്ങൾ വന്ന് വിളിക്കാൻ ആള് വിട്ടു. അപ്പൊ യേശു പറഞ്ഞു, എന്റെ അമ്മയും സഹോദരന്മാര് എന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവരാണ്. അവരാണ് എന്റെ അമ്മയും സഹോദരങ്ങൾ, അല്ലാതെ എനിക്കുള്ള എന്റെ അമ്മയും സഹോദരൻ യേശു പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ ദൈവത്തിന്റെ മക്കളാകാൻ പറ്റുകയില്ല. യേശുക്രിസ്തു ഓപ്പണാ പറയാ. ഇതെല്ലാം ബൈബിളിൽ തെളിവാ. അവൻ യോഹന്നാൻ 7 പറയുന്നു, പെരുന്നാളിന് നീ പോണില്ലേ എന്ന് സ്വന്തം സഹോദരങ്ങൾ ചോദിച്ചു. ഈ ലോകത്തുള്ള സഹോദരങ്ങൾ ചോദിച്ചു. അപ്പോ ഞാൻ ഈ പെരുന്നാളിന് പോകുന്നില്ല ഉണ്ടാതിരുന്നേ. ഒരിക്കൽ പ്രസ്തുതനാകുന്ന കുടുംബത്തിലില്ല, പുറത്താക്കണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മനസ്സിലാക്കണേ. അതിലെഴുതിയിരിക്കും, എന്റെ സഹോദരങ്ങൾ പോലെ എന്നെ വിശ്വസിച്ചില്ല. ഈ ലോകത്തിലേശു വരുന്നപ്പോ നടന്ന കഥയാല് അങ്ങനെയല്ലേ ഉള്ളുണ്ട്.
അപ്പൊ മനസ്സിലാക്കണേ, യേശു ഇരുന്നപ്പോഴും ചെയ്തില്ല, പിന്നെ ഞാനും തല്ലിപ്പൊളിച്ച പാവമാവോ? ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു, പ്രിയ മാതാവിട്ട്, യേശു ക്രിസ്തുവിന് ഒരു പിതാവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ലോകത്തിന് ടെസ്റ്റ്യൂബേരിയായ ഒരു മാതാവിന് സ്വന്തം മകളെ അപ്പ എന്ന് തിരിച്ചറിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിന് ഞാൻ എന്റെ പിതാവായ സഹോദരന് ഞാൻ വെറുതെ ഉള്ളതല്ല, അവൻ എന്നോട് ഇരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ ഇതെല്ലാം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് മനസ്സിലായി. ഇന്നിരിക്കുന്ന ടെസ്റ്റ്യൂബേരിയൻസ് ഈ പട്ടണത്തിലുണ്ട്. അവരോട് ചോദിച്ചാ പറയുക, അവരെ അമ്മയോട് ചോദിച്ചാ അമ്മയ്ക്കും അറിയില്ല. പക്ഷേ ഈ ടെസ്റ്റ്യൂബേരിയ എന്നുള്ള കാര്യം ആ വീട്ടിലെ ഡോക്ടർക്കും ചില വീട്ടിൽ അറിഞ്ഞുകൂടാ. അവൻ കുടുംബത്തില് കുറച്ചകത്തേക്ക് അറിയാം. അതാണ് ടെസ്റ്റ്യൂബേബി. അപ്പനില്ലാതെ മക്കളെ പ്രസവിക്കുന്ന കാലം, വാടക. ഇതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവരൊന്നും മിണ്ടിയില്ല. അപ്പോ മനസ്സിലാക്കണമേ, യേശു വന്നത് ആമേൻ എങ്ങനെയെങ്കിലും ഒരാള് ദൈവരാജ്യത്തിൽ പോകും. ലോകം എങ്ങനെ പോകുന്നു? ഇതെല്ലാം ഈ ഉപദേശങ്ങള് അവൻ പിടിച്ച് ദേശമൊക്കെ പരകി, ദേശമൊക്കെ ഈ ഉപദേശം കൊണ്ട് നിറഞ്ഞു. ലോകമൊത്തം ഈ ഉപദേശമാ. നിങ്ങൾക്കറിയാം, നിറഞ്ഞു കിടക്കുന്ന ഉപദേശങ്ങളാ. മരിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ മരിച്ചവനല്ല, ഞാൻ ജീവനുള്ളവനാ. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ളവൻ, എനിക്ക് മരണമില്ല. രക്ഷിക്കപ്പെടാത്തവന് മരണമുണ്ട്. ഞാൻ നിത്യാക്കിനിയാ. രക്ഷിക്കപ്പെട്ടവന് മരണമില്ല, നിത്യ സമാധാനമാണ്, പർദീസയിൽ വാസസ്ഥലം. ആമേൻ. അപ്പോ മനസ്സിലാക്കണേ, ഇതിന് അനേക ദൈവദാസന്മാർ ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റു. അതിലൊരു ദൈവദാസനാണ്, അയാളുടെ പേരിതാണ് സ്വർണ്ണ റോല. അയാളുടെ പേര് 1952 ഇറ്റാലിയ പട്ടണത്തിൽ റോമിൽ ജനിച്ച ഒരു വ്യക്തിയാണ് സ്വർണ്ണ റോല. അവൻ ഡോക്ടറാകാൻ തീരുമാനിച്ചു. അവന്റെ അപ്പൻ അമ്മമാർക്ക് തീരുമാനിച്ചു. പക്ഷേ അവൻ ആത്മീകത്തിൽ கொஞ்சம் അവന് ധീരത വന്നപ്പോ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ കുരുപ്പട്ടം പഠിക്കാൻ പോയി. അവൻ മടക്കത്തിലൊക്കെ പോയപ്പോ അവനിത് കണ്ടു. ഇവൻ ബൈബിളും പഠിച്ചവൻ. ഇത് കണ്ടപ്പോൾ തെറ്റെന്നു തോന്നി. ചിലതൊക്കെ ശാസിച്ചു. ഇതിന് മെയിൻ പോപ്പിന്റെ അവരൊക്കെ അനേകവര് ആഹാരത്തിനും എല്ലാത്തിനും, ഇവിടെ വെറുതെ ഇരിക്കുന്നവർ നല്ല ആഹാരം കഴിച്ച് സമ്പന്നരായിരിക്കും. ഇതൊന്നും കണ്ടപ്പോൾ ആൾക്ക് നെട്ടിപ്പോയി. ഒരു ദിവസം കൂട്ടുകാർ ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കുന്നു. പഠിച്ച് ചിലവരെ കണ്ടിക്കുകയാണ് ഈ ഉപദേശം തെറ്റാണെന്ന്. ഒരു ദിവസം കൂട്ടുകാർ നടുവിയിരുന്നപ്പോ സ്വർഗം ഇങ്ങനെ തുറന്നപ്പോ സ്വർഗത്തിൽ നിന്നൊരു സ്വർഗീയ ശബ്ദം കണ്ടു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇവൻ അവിടെ വിട്ടിറങ്ങി. ഇവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കും. ഇവൻ സംസാരിച്ച ഒരു ദിവസം ഇവൻ സംസാരിച്ചോണ്ടിരിക്കുക, വചനം സംസാരിച്ചോണ്ടിരുന്നോ ഇവനൊരു സംഭവം ഉണ്ടല്ലോ, തക്കറെ ഇവൻ ഒരു നിപ്പ് നിൽക്കും. ഇങ്ങനെ നിൽക്കും, 5 മണിക്കൂറോ നിൽക്കും. നമുക്ക് നിൽക്കാൻ പറ്റുമില്ലല്ലോ. 5 മണിക്കൂർ ഇങ്ങനെ നിൽക്കും. അവൻ നിത്യയുടെ ആത്മാവിൽ വ്യാപരിക്കും. അപ്പൊ മനസ്സിലാക്കണമേ, അവന്റെ പ്രസംഗം കേട്ട് ഇറ്റാലിയിൽ 3 ജില്ലകള് തകർത്ത് മറഞ്ഞു. പ്രസംഗിച്ച ജനത്തിന്റെ ഇടയിൽ പാപബോധങ്ങൾ വെളിപ്പെട്ടു. പാപബോധങ്ങൾ അത് എവിടെ? ഇറ്റലി റോമ സാമ്രാജ്യത്തിനകത്താ. ജനത്തിന് പാപബോധം ഉണ്ടായി. ജനങ്ങളെല്ലാം അവര് കംപ്ലീറ്റ് ദുഷ്പ്രവൃത്തിയെ വിട്ട് അവർ ക്രിസ്തുവിലേക്ക് അടക്കാൻ പറ്റും. ക്രിസ്തുവിലേക്ക് അനേകര് വന്നു. അവൻ പറഞ്ഞു, ഈ വർഷത്തിനകത്ത് ഒരു പ്രവചിച്ചവൻ, അവൻ ഗവർണർ, ഇവിടെ ഇരിക്കുന്ന പോപ്പ്
വേറെ ഒരു വ്യത്യസ്തൻ, 3 പേര് ഈ വർഷം മരിക്കുമെന്ന്. അതുപോലെ മരിച്ചു. കുറച്ചു ദിവസമല്ലോ, എനിക്ക് കൂടിയ നാളില്ലെന്ന് പറഞ്ഞു, കാലമില്ലെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ പോപ്പ് ആൾക്കാരെ വെച്ച് പൊക്കി കൊടൂരമായി അവനെ കൊന്നുകളഞ്ഞു. അന്ന് പോപ്പിന്റെ ചട്ടം എന്താണെന്നറിയാമോ? ഇറ്റാലി, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സ്കോട്ട്ലാൻഡ് ഇതെല്ലാം കത്തോലിക്ക കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അവർ നിറഞ്ഞിരിക്കുന്നു, അവിടൊക്കെ എല്ലാം നിറഞ്ഞു കിടക്കുന്നു. പോപ്പ് അവിടെ പ്രസിഡന്റ് ഉണ്ടെങ്കിലും പോപ്പ് പറയുന്ന ചട്ടം. അവനെ കൊല്ലാൻ പറഞ്ഞ കൊല്ലോ. അവനെ എത്ര എണ്ണത്തെ കൊന്നെന്നറിയാമോ? ചരിത്രങ്ങൾ എടുത്തു നോക്കി, നിറയെ എണ്ണത്തെ കൊന്നൊടുക്കി. അവൻ ഇയാളെ മാത്രം ലിസ്റ്റിൽ വെളിപ്പെട്ടു. ആ പട്ടണത്തിനകത്ത് ധീരതയോട് നിന്നവൻ. മനസ്സിലാക്കണമേ, ക്രിസ്തുവിന് വേണ്ടി ധീരതയോട് നിന്ന ഒരു വ്യക്തിയാ. അവനെ മൃഗീയമായ രീതിയിൽ കൊന്നു. അവൻ പറഞ്ഞിട്ട് മരിച്ചു, ദൈവം നോക്കിക്കൊള്ളട്ടെ എന്ന്. മനസ്സിലാക്കണമേ ദൈവമക്കളെ, ക്രിസ്തു വന്നതേ നമ്മുടെ പാപമോചനത്തിന്. സഭകൾ അറിയാതിരിക്കുന്നു. സഭകൾ എങ്ങനെ നടക്കുന്നു ചിന്തിച്ചാൽ അന്തമില്ല. ദൈവം ദുഃഖിക്കുന്നു. ആളേശു സംഘത്തിൽ രണ്ട് പറഞ്ഞത്, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഇവരെ പ്രവർത്തി കണ്ടാ ചിരിക്കുന്നത്. മനസ്സിലാക്കണമേ, യേശു നമുക്ക് വേണ്ടിയുള്ളവന്. സഭകളിൽ കുറിച്ച് കറക്റ്റ് രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചു വെച്ചു പ്രസ്താവിച്ചവളെ പൗലോസ് കറക്റ്റാ കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങൾ നടക്കണമെന്ന്. എവിടെ? റോമാസഭയ്ക്ക് പൗലോസ് ക്ലിയറായി എവിഡൻസ് ആവശ്യം. റോമലേഖ 6-ാം അധ്യായത്തില് സ്നാനത്തെക്കുറിച്ചുള്ള തെളിവ് അവിടെ വെളിപ്പെടുത്തുന്നു. പക്ഷേ സഭകൾ ഏറ്റെടുക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ആലോചനയെ സഭകൾ അംഗീകരിക്കുന്നു. അവൻ ഇന്ദക്കോസിനകത്തും ഒരാലോചന അന്വേഷിക്കുന്നു. അവൻ ഒരു കസാരയ്ക്ക് വേണ്ടി എത്ര അടിയും മകളെന്ന് അറിയാമോ? CSA ഒരു ടിക്കൻ ഭവിക്കര് എത്ര എണ്ണത്ത് കൊല്ലുവാൻ ഒരാളുണ്ടെന്ന് അറിയാമോ? ഒരു വോട്ട് എത്ര ലക്ഷ്യമെന്ന് അറിയാമോ? ഇതൊക്കെ സഭയിനകത്ത് കിടക്കുന്നത്. ഒരു കസാരക്കേരി പിടിയും വലിയ ബന്ധക്കോസ് സഭയിനകത്ത് കസാര മോഹികളാ. മോളിക്കയറിയിരുന്ന് കസാരയ്ക്കവര് അതിന് കിട്ടിയ എത്ര ലക്ഷം ചെലാക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ അടിക്കണമെന്നറിയാമോ? ലാസ്റ്റ് എല്ലാം വരുമാനം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് വരുന്നത്. ഇതിനാ ഇവിടെ അടിക്കുന്നത്. സഭകൾ അങ്ങനെ കിടക്കുന്നു. മനസ്സിലാക്കണമേ, സഭകളെല്ലാം ആണ് യേശു പറഞ്ഞത്, അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ? യേശുവിന്റെ ശരീരത്തെ ഓർക്കുന്നില്ല. ഈ കസാരക്കൊരിക്കൽ യേശുവിന്റെ കാലത്തടി ഉണ്ടായി. മനസ്സിലായി? ആരടി പറഞ്ഞാട്ടെ, യേശുവിന്റെ കാലത്തടി അടിയുണ്ടായി. അവൻ യോഹന്നാന് യാക്കോബിന്റെ അമ്മ വന്ന് യേശുവിന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ പുനർക്കാല സമയത്ത് എന്റെ ഒരു മകൻ വലതും ഒരു മകൻ ഇടതും. അപ്പോൾ മറ്റു 10 പേർക്കും അസൂയ തോന്നി. അവിടെ നടന്ന പാരമ്പര്യ ശക്തി ഇന്ന് ബന്ധക്കോസ് അടിസ്ഥാനത്ത് ജാതീയ അടിസ്ഥാനം പോലെ കസാരക്കടിയുള്ള കാലമായി അനേക ഇന്നിരിക്കുന്ന ഉന്നത സഭകള് നടക്കുക. അടുത്ത നടക്കുന്നറിയാമോ? ഈ കല്യാണം കഴിയാത്ത നിറയെ പാസ്റ്റർമാരുണ്ട്. അവൻ ഇവര് മരിക്കുമ്പോ അടുത്ത് കല്യാണം കഴിക്കാത്ത ആളെ കിട്ടുന്നത്. ഇവര് വയസ്സാകുമ്പോ അവിടെ കീഴിലിരിക്കുന്ന ആളെ പ്രാർത്ഥിക്കും, എളുപ്പം വയസ്സാകണമേ, എളുപ്പം മരിക്കണേ, എനിക്ക് അടുത്ത് പോസ്റ്റ് കിട്ടാൻ. ഇതെല്ലാം അറിയാമോ നിങ്ങൾക്ക്? കസാരക്കാരി. അപ്പൊ യേശു പറഞ്ഞു, വിളിച്ചു, ആമൻ, നീ ഇത്ര പേർക്ക് അധികാരിയെങ്കിൽ ഞാൻ ഇത്ര പേർക്ക് അധികാരം. ഇതാ പറഞ്ഞത്. എവിടെയും കസാരക്കടി, എവിടെയും പദവിക്കടി. യേശു നോക്കണ പദവിയില്ല. നീ എത്ര പേരെ മാനസാന്തരപ്പെട്ടിട്ട്
എത്ര എനിക്ക് വേണ്ടി കരുതി അതാവയോ നോക്കുന്നത്. അത് നോക്കുമ്പോ സ്വർഗരാജ്യത്തിലേക്ക് അതിന് ബഹുമതി ഉണ്ടാവുന്നത്. അവൻ കസാരയെ പുറത്ത് ഞാൻ ഒരു കാര്യം പറയാം. ജർമ്മനിലുള്ള ദൈവദാസൻ, ജർമ്മനിലുള്ള ദൈവദാസൻ ഒരു വിധവയായ സഹോദരി, വയസ്സായാളാ, മക്കളെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തു. യഥാർത്ഥ നടന്ന കഥയാ. മക്കളെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തു. മക്കളൊന്നും പിന്നെ വേണ്ടി ആവുന്നപ്പോ നേരെ ചർച്ചയിൽ പോയി. അവിടെ തൂത്തുവാരി പായിട്ട് അവിടെ എല്ലാ ഒത്താസയും ചെയ്യും. ലാസ്റ്റില് ഒരു ദിവസം ആ മാതാവിന് സ്വപ്നം കണ്ടു. നിറയെ ആൾക്കാർ ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ വീണ്ടും അങ്ങനെയാ നിൽക്കുമ്പോ അവൻ മനസ്സിലാക്കണമേ, നിരവരെയാ നിൽക്കുക. എല്ലാരുടെ കയ്യിലും നിറയെ വെൺകതിരിപ്പുണ്ട്. കതിര വെളിപ്പാട് വസല് അവൻ കൊയ്ത്തിന്റെ അരിവാള്, അവൻ ഭൂമിയിൽ എറിയപ്പെട്ടു, കൊയ്ത്ത് നടന്നു. ഈ ലോകത്തിന് അവൻ നല്ലത് ചെയ്ത അനേക കൊയ്ത്തവന്റെ കയ്യിൽ വരെ. വെളിപ്പാട് ദിവസമുള്ള അർത്ഥമാണ് ഇതെനിക്ക്. ഇവിടെ ഉള്ളിന് വെളിപ്പാട് വന്നാ ദൈവം. ഈ നെൽക്കതിരി കൊണ്ട് വലിയ ലൈനിൽ നിന്ന് ഈ സൗകര്യനിക്കുക. അപ്പോൾ സിംഹാസനം തുറക്കപ്പെട്ടു. സ്വപ്നം കണ്ടതാ. സിംഹാസനം തുറക്കപ്പെട്ടു. ആദ്യം ഈ സഹോദരിയാണ് ദൈവം വിളിച്ചത്. അപ്പോ ദൈവം ഈ സഹോദരി സ്വപ്നത്തിൽ ആണ് കാണുന്നത്. ചോദിച്ചു, അവരുടെ കയ്യിലെല്ലാം നിറയിരുന്നല്ലോ, എന്റെ കയ്യിൽ കുറച്ചെന്താ എന്നെ ആദ്യം വിളിച്ചത്? നീ കുറച്ചുണ്ടെങ്കിലും നീ വിശ്വസ്തയോടിരുന്നു. അവിടെ നോക്കുന്നത് വിശ്വസ്തതയാ. ഇവിടെ എങ്ങനെ നടക്കാം, അവിടെ വിശ്വസ്തതയ്ക്കാണ് വില ദൈവരാജ്യത്തിൽ. പറഞ്ഞ് സ്വപ്നം കണ്ട് ഒരാഴ്ചക്ക് ആ മാതാവ് മരിച്ചു. ഇതാര് പറഞ്ഞതല്ല, ലോകത്തിൽ കിടുകിട ആഫ്രിക്ക കണ്ടത്തെ വിറപ്പിച്ച അത് റേനാട് ബോംബ പറഞ്ഞതായത്. ഇപ്പൊ മനസ്സിലാക്കണമേ, ഇവിടെ വിശ്വസ്തതയാണ് ദൈവത്തിന് വലുത്. അനേകരുടെ വിശ്വസ്ത നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന് വരെ. അങ്ങനെ ഇന്നിരിക്കുന്ന കാലങ്ങള്. ആമേൻ, ആമേൻ. ഒരു അനേക ദൈവദാസന്മാരെ അവൻ കത്തോലിക്ക സഭകളിലുള്ള അവൻ കുരുക്കന്മാരെ അവൻ ബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയോ? കോവില കല്ലുകൊണ്ട് അവരെ ബന്ധിച്ചവൻ. ഇതാ മനസ്സിലാക്ക. അവൻ ഈ സ്വർണ്ണന ഉണ്ടല്ലോ, അവൻ ആദ്യം പോയത് അവന് കുരിപ്പട്ടം പഠിക്കാൻ പോകാൻ എന്ത് ജോലി കിട്ടിയെന്ന് അറിയാമോ? സാധാ കൃഷി വരെ. അവിടെ പഠിത്തമൊന്നുമില്ല. ഇതേ ഒരു കേരളത്തിൽ അച്ചായൻ ഒരിക്കൽ കണ്ടു, ചെന്നൈ വെച്ച്. അച്ചായൻ കത്തോലിക്ക കുടുംബത്തിലുള്ളവ. ഇയാൾ രക്ഷിക്കപ്പെട്ട ആള്. ഇയാളെ കുടുംബത്തിലെ ഒരു സഹോദരൻ അവൻ ചെന്നൈയില് കത്തോലിക്കായിട്ട് പഠിക്കുക, കുരിപ്പട്ടം പഠിക്കുക. ഒരു ദിവസം വന്നപ്പോ അവിടെ കരം പിടിച്ചു നോക്കി. ഇതൊന്ന് കരം നിന്ന് എനിക്ക് അവിടെ പണി ഇറച്ചി വെട്ടാം. നടന്ന കഥയാ. ഉറക്കും അവിടെ വഴിയാ. ഇവര് പറഞ്ഞിട്ട് പോലെ ഇതാണെന്ന്. ബൈബിൾ 9 വർഷം പഠിക്കും, ബൈബിൾ തുറന്നു നോക്കൂല. ഞാനൊരു കത്തോലിക്ക അച്ഛൻ രക്ഷിക്കപ്പെട്ട തൃശ്ശൂരുള്ള ഒരാളാ. ഒരിക്കൽ ചെന്നൈ വെച്ച് കണ്ടു. ഞാൻ കണ്ടപ്പോ ആ അങ്കിയായിട്ടിരിക്കുന്നു കേട്ടോ, ഫുൾ അങ്കിയ. ഞാൻ അയാൾ കണ്ട് പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ എത്ര വർഷം പഠിച്ചു? 9 വർഷം. എത്ര വർഷം പഠിച്ചു? ബൈബിൾ തുറന്നു നോക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല. കർമാചാരങ്ങളെ അവിടെ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആചാരകർമ്മകൾ പറയട്ടെ. ഓരോന്നോരോന്നാ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ലാസ്റ്റിൽ ഞാൻ ഒറ്റ വേട് പറഞ്ഞു കൊടുത്തു. അവരാരാധിക്കുന്ന ആരാണെന്ന് അറിയാമോ? ആകാശരാജ്ഞിയാണ്. അവൻ ആകാശത്തുള്ള ദേവതയാണ്,
കത്തോലിക്ക വിശ്വാസികളാരായിരിക്കണം. ഞാൻ നിറയെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഇരിക്കുന്ന സഹോദരൻ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മറിയയാണ് ആരാധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വരാം. നിങ്ങൾ മറിയയിൽ ആരാധിക്കുന്നില്ലെങ്കിൽ ഞാൻ തെളിവ് തന്ന നിങ്ങൾ എന്നോട് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചോ? നിറയെ ചോദിച്ചു. തെളിവോട് പറഞ്ഞിട്ട് വചനം തെളിവോട് നിറയെ ഇവരെടുത്ത് പറഞ്ഞ നിറയെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇനി ഒരു സ്റ്റോറി പറയട്ടെ. ദൈവം നല്ലവനാ, പക്ഷേ രുചിച്ചറിയുവാൻ ആളില്ല. ഒരു ഭവനമുണ്ട്, വലിയ സാർ, വലിയ ടീച്ചർമാർ. ആ ടീച്ചർ വയസ്സായപ്പോ രോഗം വന്ന് പിടിയിലായി. ഒരു മാതാവ് വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് പറയാ, കുടുംബമാ, ടീക്കറാ, ഭർത്താവ് ടീക്കറാ. മാതാവ് പറയാ, വിളിച്ച മാതാവ് ദൈവം വെളിപ്പെടുത്തി, ഇവരുടെ തലയിൽ നല്ലൊരു കിരീടമുണ്ട്, കൊല്ല മിനിമിന് ആ കിരീടം വലിപ്പുണ്ട്, പക്ഷെ പേരില്ലെന്ന് പറഞ്ഞു. അപ്പൊ പേരില്ലെന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ സ്നാനമെടുത്താൽ ഈ കിരീടത്തിന്റെ പേര് കിട്ടും. അതെന്താ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്തത് ദൈവസന്നിധിയിലുണ്ട്, പക്ഷെ കുറവുള്ളത് സ്നാനമെടുത്തിട്ടില്ല. ദൈവസന്നിധി കൊടുത്തതെന്നറിയാമോ? രണ്ടുപേർക്ക് കിട്ടുന്ന ശമ്പളം, അവർക്ക് കൃഷിവേർ എന്തെല്ലാം കിട്ടുന്നോ എല്ലാത്തിനും ദശാംശം കൊടുക്കും. എന്തെല്ലാം കുടുംബതലത്തിന് ഒരു രൂപ കിട്ടിയാലും അതിന്റെ ദശാംശം എടുത്തൊതുക്കും. ഒരിക്കൽ ഒന്ന് മിഷണറി ഫണ്ട്, ഒന്ന് ബന്ധകോസിനകത്ത്, ഒന്ന് CS-നകത്ത്, ഒന്ന് അനാഥ മഠത്തിനകത്ത് 4 ശിഷ്യനെ അവർ തിരിച്ചു കൊടുക്കും. അവരെ ഗീതായിരിപ്പുണ്ട്, പേരില്ല. സ്നാനമെടുത്താൽ പേര് വരും. എന്നാൽ ഒരുത്തൻ മറുപടിയും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്ത് പോകാൻ പറ്റുകയില്ല. അവിടെ പേരുണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, ചിലര് സാക്ഷി പറഞ്ഞിട്ട് മരിച്ചവര് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോ അവിടെ പേരില്ലെന്ന് അവർ തിരിച്ചയച്ചു വിടും. പറഞ്ഞു കേട്ടിട്ടില്ല. പോലെ പേരുണ്ടെങ്കിൽ പേരുണ്ടായിരിക്കണം. ഒടുക്കം അവസാനം എന്ന് വെച്ചോ, പിറ്റ ആഴ്ചയില് ആന്റി മരിച്ചു. അടക്കം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആ സാർ, ചെല്ലക്കുട്ട സാർ എന്ന് പറയും, തേടി വന്നു. ആ മാതാവിനെ തേടി, എന്റെ അമ്മയെ തേടി വന്നു. നിങ്ങൾ സ്നാനം മേടിക്കും, അല്ലെങ്കിൽ നിങ്ങളുമ്പോ ഇതേപോലെ പോകുന്നു പറഞ്ഞു. അയാൾ അന്ന് CSS സഭ വിട്ടതാണ്. ഇപ്പൊ നോക്കിക്കോ, ഒരു വെളിപ്പാടിലാണ് ഒരാൾ മരിച്ച് ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം. അവർ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു. അതാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവനൊന്നു പ്രയോജനം. അതാണ് ബൈബിൾ പറയുന്നത്, വാനത്തോടിരിക്കുന്ന മനുഷ്യൻ ലോകഹീനമായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യ. രക്ഷകരെ യേശുനാഥാ ദേവ